തിരുവനന്തപുരത്ത് നേരത്തെ കത്തിച്ചു. ഇതെന്താ വേറെ ടൈം സോണിലോ? തിരുവനന്തപുരം ഇനിയുണ്ടല്ലോ 4 മിനിറ്റ്. സോണിന്റെ അപ്പുറത്താന്ന് തോന്നുന്നു. തിരുവനന്തപുരത്തെ പാപ്പാനെ ആരോ അടുത്ത് പോയി എന്തോ കത്തിക്കാൻ പാപ്പാനെ കത്തി. ഇവിടെ പ്രേക്ഷകരെ നിങ്ങൾ തിരിഞ്ഞിരിക്കരുത്. ന്യൂ ഇയർ വന്നിട്ടില്ല. 4 മിനിറ്റ് സമയം. ഒരുപക്ഷെ കൊച്ചിയുമായിട്ട് എപ്പോഴും കോമ്പറ്റീഷൻ ആണല്ലോ. വില്ലേജിലെ ചേട്ടന്റെ കയ്യിലെ മൊബൈൽ ഫോൺ മാറ്റുന്ന സമയം 4 മിനിറ്റ് മുമ്പായിരുന്നു. തിരുവനന്തപുരം കോവളം ഫസ്റ്റ് എന്ന് പറഞ്ഞ വരി കത്തിച്ചതായിരിക്കും. അടുത്ത കാട്ട് പോയി ഏതോ ഒരു ചങ്ങാതി കൊണ്ട് തീ കൊളുത്തി. തിരുവനന്തപുരത്തേക്ക് ന്യൂ ഇയർ വന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ക്രാഫ്റ്റ് വില്ലേജിലെ പാപ്പാഞ്ഞി കത്തി 4 മിനിറ്റ് മുമ്പേ കത്തിച്ചു കളഞ്ഞു. അപ്പോൾ തിരുവനന്തപുരത്ത് 4 മിനിറ്റ് മുൻപേ ന്യൂ ഇയർ ആയിരിക്കുന്നു. അതെ അതെ, നമ്മൾ ഫോട്ടോ വെച്ച് കൃത്യം അല്ലെ. അപ്പൊ ക്രാഫ്റ്റ് പടക്കം പൊട്ടിച്ചു കേട്ടു. ഇതാരോ പറഞ്ഞു ഇവിടെ നേരത്തെ വന്നു തിരുവനന്തപുരത്ത് മുമ്പെന്ന് പറഞ്ഞാലേ അല്ലേ, കുറച്ചധികമായി സെക്കൻഡ്സ് ആണേലും കുഴപ്പമില്ല. ഇതാ നോക്കൂ, ഇത് പക്ഷേ ഇല്ല, അവിടെ വൈബിന് വലിയ കുഴപ്പമൊന്നുമില്ല. ആരായിരിക്കും ഇനിയിപ്പോ ടിക് ടിക് പൺ ടിക് ടിക് ഒക്കെ പറയാനുള്ള ഒരു അപ്പോൾ ഇനി 3 മിനിറ്റ് 39 സെക്കൻഡ് കഴിഞ്ഞു. വളരെ പെട്ടെന്ന് സമയം ഇനി അങ്ങോട്ട് പോകുന്നു. സ്ക്രീനിൽ നിറയെ പാപ്പാഞ്ഞിമാർ, അതിലൊന്ന് കത്തിയിരിക്കുന്നു. അതിലൊന്ന് കത്തി തിരുവനന്തപുരത്തേക്ക് കുറച്ച് നേരത്തെ ന്യൂ ഇയറിനെ വരവേൽക്കും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കൊച്ചി അങ്ങനെയല്ല, കൃത്യസമയത്തെ നമ്മൾ പാപ്പാഞ്ഞിയെ കത്തിക്കും. അതിനുള്ള ഒരുക്കങ്ങൾ തയ്യാറാവുകയാണ്. തിരുവനന്തപുരത്തെ പാപ്പാഞ്ഞി കത്തി ഏതാണ്ട് തീരാറാവുമ്പോൾ കൊച്ചിയിലെ പാപ്പാഞ്ഞി കത്താൻ പോകുന്നു. കൊച്ചിയിലെ പാപ്പാഞ്ഞി ഇങ്ങനെ കാത്തിരിക്കുന്നു. കത്തിക്കൂ, എന്നെ കത്തിക്കൂ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. 2 പാപ്പാഞ്ഞികളെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഈ വിഷമങ്ങളും മറ്റ് ദുഃഖങ്ങളും ഒക്കെ വേഗം കത്തിച്ചു കളയാനാണല്ലോ. തിരുവനന്തപുരങ്ങൾക്ക് ഒരുപാട് ദുഃഖമുണ്ട്. ഭാണ്ഡമായി തീർന്നു കിട്ടിയ വേണ്ടി പോലെ നേരത്തെ തന്നെ കത്തിച്ചു. 4 മിനിറ്റ് മുമ്പേ തിരുവനന്തപുരത്തുകാർ പാപ്പാഞ്ഞി